ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് ടു വേരിയബിൾ ഇൻപുട്ട് ആണ്. അതായത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ചാണ്. അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റസിക്സ് എന്ന് പറയുന്നത് അവിടെ ഫിക്സഡ് ഫാക്ടറും വേരിയബിൾ ഫാക്ടറും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിച്ച സമയത്ത് നമ്മൾ ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷനെ ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തിരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫാക്ടറിനെ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നു, മറ്റ് ഫാക്ടേഴ്സിനെ വേരി ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എങ്ങനെയാ ചേഞ്ച് ഉണ്ടാകുക നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത്. അപ്പം ഇനി ലോങ് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ എല്ലാ ഫാക്ടേഴ്സിനെ നമ്മൾ വേരി ചെയ്യുമ്പോൾ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ലോയിനെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഫോക്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കാണേണ്ടത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ക്യാപിറ്റലിനെ അവിടെ എന്തായിരുന്നു കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചു, ലേബറിനെ എന്താണ് വേരിയബിൾ ആയിട്ട് വെച്ചു. പക്ഷെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ക്യാപിറ്റലും ലേബറും എന്താണ് വേരിയിങ് ആണ്. നമുക്ക് രണ്ടിനെയും അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും, ചേഞ്ച് ചെയ്യാൻ സാധിക്കും. In the short run, we analyze the production where labor is variable and capital is fixed. Now, in the long run, both labor and capital are variable, allowing the firm to produce output through various combination of these input. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ സാധിക്കുന്നത്, ഈ പറയുന്ന രണ്ട് ഫാക്ടേഴ്സിന്റെ കോമ്പിനേഷൻസിനെയും ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഈ ലോങ് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ സാധിക്കുന്നതാണ്. The firm can choose the best mix of labor and capital to achieve a certain level of output. The next focus is on the scale of production, examining how output changes when input combinations are double, triple, etc. This analysis will reveal how output respond to different levels of input scaling. അപ്പോൾ ഇവിടെ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനിൽ ചേഞ്ച് വരുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ലോങ് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ കാണുക. അപ്പൊ ഈ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻപുട്ടിനെയും ഡബിൾ ചെയ്യോ അല്ലെങ്കിൽ ട്രിപ്പിൾ ചെയ്യോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചെയ്യുന്നത് വഴി എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിൽ ചേഞ്ച് വരിക എന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറയുന്ന ലോങ് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഐസോ കോണ്ട് അല്ലെങ്കിൽ ഐസോ പ്രൊഡക്റ്റ് കർവ് എന്ന് പറയുന്നത്. നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ പഠിച്ച സമയത്ത് അവിടെ നമ്മൾ യൂസ് ചെയ്ത ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് ആയിരുന്നു ഇൻഡിഫറൻസ് കർവ് അല്ലെ. അപ്പൊ ഇൻഡിഫറൻസ് കർവ് കാണിച്ചിരുന്ന എന്താണ്, ഒരു കൺസ്യൂമർക്ക് ഒരേ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന രണ്ട് കമ്മോഡിറ്റീസിന്റെ കോമ്പിനേഷൻ ആണ് ഇൻഡിഫറൻസ് കർവിലെ എല്ലാ പോയിന്റും കാണിക്കുക. അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവിൽ എന്താണ്, സെയിം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് കമ്മോഡിറ്റീസ് ആണ് നമുക്ക് ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇൻഡിഫറൻസ് കർവിനോട് തന്നെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സിമിലർ കോൺസെപ്റ്റ് ആയിട്ട് വരുന്നതാണ് ഈ ഐസോ കോണ്ട് അല്ലെങ്കിൽ ഐസോ പ്രൊഡക്റ്റ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് പ്രൊഡ്യൂസർ ബിഹേവിയറിലാണ്. അപ്പുറത്ത് നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിലാണ് ഇൻഡിഫറൻസ് കർവ് യൂസ് ചെയ്തത്. ഈ ഐസോ കോൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊഡ്യൂസർ ബിഹേവിയറാണ്. അപ്പൊ ഒരു പ്രൊഡ്യൂസറെ അപേക്ഷിച്ച് അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത് രണ്ട് കൈൻഡ് ഓഫ്, നമുക്ക് അപ്പുറത്ത് രണ്ട് പ്രൊഡക്റ്റുകൾ ഉള്ള പോലെ തന്നെ പ്രൊഡ്യൂസർക്ക് ഇവിടെ എന്താണ് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ലേബറും ക്യാപിറ്റലും. അപ്പം ഈ ലേബറും ക്യാപിറ്റലും ഒരു ഡിഫറെന്റ്, അതായത് ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്, ഈ ഐസോ കോണ്ടിൽ കാണിക്കുന്നത്. അപ്പൊ ഐസോ കോണ്ടിലെ എല്ലാ പോയിന്റ്സും കാണിക്കുന്നത് എന്താ, ഈ ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. അപ്പം ഈ കോമ്പിനേഷൻസിന്റെ പ്രത്യേകത എന്തായിരിക്കും, ഈ എല്ലാ കോമ്പിനേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ പ്രൊഡ്യൂസർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും. അതായത് ഈ ഐസോ കോണ്ടിലെ ഏത് പോയിന്റ്സ് എടുത്താലും അവിടെ എടുക്കുന്ന ആ കോമ്പിനേഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു സർട്ടൻ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന കോമ്പിനേഷനെയാണ്. അപ്പം ഐസോകോണ്ടിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. An isocone may be defined as a curve representing various combination of two input that produce the same level of output. An isocone is also known as isoproduct curve or an equal product curve or production indifference curve. അപ്പം ഈ ഐസോകോണ്ടിന് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റ് ടേമുകളോട് ഓർത്തിരിക്കുക. പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാലും ഈക്വൽ പ്രൊഡക്റ്റ് കർവ് എന്ന് പറഞ്ഞാലും ഐസോ പ്രൊഡക്റ്റ് കർവ് എന്ന് പറഞ്ഞാലും ഐസോ കോണ്ട് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, സെയിം കാര്യമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. എവറി പോയിന്റ് ആൻ ഐസോകോൺ വുഡ് ഇൻഡിക്കേറ്റ് ദി സെയിം എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഷേപ്പ് ആണ് നമുക്ക് ഇൻഡിഫറൻസ് കർവിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കോൺവെക്സ് ഷേപ്പ് തന്നെയാണ് എന്തിനും വരിക, ഐസോകോണ്ടിനും വരിക. അപ്പൊ നമ്മൾ ഇവിടുത്തെ കോമ്പിനേഷൻ എ എടുക്കുവാണ്. കോമ്പിനേഷൻ എയുടെ പ്രത്യേകത എന്താ,
ക്യാപിറ്റൽ എന്ന് പറയുന്നത് y ആക്സിസും ലേബർ എന്ന് പറയുന്ന x ആക്സിസും തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ A എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 12 ക്യാപിറ്റലും ഒരു ലേബറും ആണ് യൂസ് ചെയ്യുക. ഇനി B എന്ന് പറയുന്ന കോമ്പിനേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 8 ക്യാപിറ്റലും 2 ലേബർ യൂസ് ചെയ്യുന്നു. സിയിലേക്ക് വന്നു കഴിയുമ്പോൾ 5 ക്യാപിറ്റലും 3 ലേബർ യൂസ് ചെയ്യുന്നു. ഡിയിലേക്ക് വന്നു കഴിയുമ്പോൾ 4 ലേബറും അതുപോലെ തന്നെ 3 ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ എല്ലാ കോമ്പിനേഷനും പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ 100 എന്ന് പറയുന്ന ടോട്ടൽ ഔട്ട്പുട്ടിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കോമ്പിനേഷൻസിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ ഔട്ട്പുട്ട് 100 തന്നെയാണ്. അതിൽ ചേഞ്ച് സംഭവിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഏതാണ് ഒരേ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എവിടെ കാണിക്കുന്നത് ഐസോകോണ്ടിൽ കാണിക്കുക. അപ്പം ഈ പറയുന്ന ഐസോകോൺ ഷെഡ്യൂളിനെയാണ് ഈ പറയുന്ന ഡിഫറെന്റ് കോമ്പിനേഷൻസിൽ ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും ഈ ഒരു യൂണിറ്റുകളെ കാണിച്ചുകൊണ്ടും ടോട്ടൽ ഔട്ട്പുട്ടിനെ കാണിക്കുന്ന ഈ ഒരു ടേബിളിനെയാണ് നമ്മൾ ഐസോകോൺ ഷെഡ്യൂൾ എന്ന് വിളിക്കുക. അപ്പൊ ഐസോകോൺ ഷെഡ്യൂള് എന്താണ് ഈ കോമ്പിനേഷൻസിനെ കാണിക്കുന്നു. അത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിനെ ഐസോകോൺ കർവ് എന്ന് നമ്മൾ വിളിക്കുന്നു. ദെൻ അതുപോലെ തന്നെ ഐസോകോൺ മാപ്പ് ഉണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ ഐസോകോൺസിനെ കാണിക്കുന്നതാണ് എന്ത് ഐസോകോൺ മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന എന്താ ഒരു 100 എന്ന് പറയുന്ന ഒരു ടോട്ടൽ ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കോമ്പിനേഷൻ ആണ് ഒരു ഐസോകോണിൽ കാണിക്കുക, ഒരു ഐസോകോൺ കർവിൽ കാണിക്കുക. പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള 100, 120 എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന മറ്റുള്ള കോമ്പിനേഷൻസിനെ കണക്ട് ചെയ്യുന്നതാണ് ഏത് ഈ Q2 എന്ന് പറയുന്നത്. Q3 എന്ന് പറയുന്ന 140 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഡിഫറെന്റ് കോമ്പിനേഷൻ ആണ്. Q4 എന്ന് പറയുന്നത് 160 പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷൻസിനെയാണ്. അപ്പം ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഐസോകോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഐസോകോൺ മാപ്പ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടതാണ് എന്താണ് ഈ മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന്. നമ്മൾ ഇൻഡിഫറൻസ് കർവ് പഠിച്ച സമയത്ത് ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് ആയിട്ട് നമ്മൾ കണ്ടത് എന്താണ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് എക്സ് കമ്മോഡിറ്റി ബൈ ചെയ്യാൻ എത്രമാത്രം വൈ കമ്മോഡിറ്റി സാക്രിഫൈസ് ചെയ്യണം, അതിനെയാണ് നമ്മൾ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് ഇൻഡിഫറൻസ് കർവ് അനാലിസിൽ കണ്ടത്. അപ്പൊ ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ ഈ ഐസോകോണ്ടിന്റെ സ്ലോപ്പ് ആയിട്ട് നമ്മൾ പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പം ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും ഐസോകോണ്ടിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ ടെക്നിക്കൽ റിലേഷൻഷിപ്പ് എന്നല്ല വിളിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഈ ഐസോകോണ്ടിന്റെ അല്ലെങ്കിൽ ഐസോ പ്രൊഡക്റ്റ് കർവിന്റെ ഏതാണ് ഈ ഒരു സ്ലോപ്പിനെ നമ്മൾ മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടത് ഈ ഐസോകോൺ മാപ്പിന്റെ കാര്യം കണ്ടത്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട് ആ സ്ലോപ്പിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ഹയർ ഐസോകോണ്ടിലേക്ക് പോകുന്നതനുസരിച്ച് എന്താണ് അവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ടോട്ടൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഇൻഡിഫറൻസ് കർവ് ആണെങ്കിൽ ഹയർ ഇൻഡിഫറൻസ് കർവ് ഹയർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുമായിരുന്നു. അപ്പൊ എന്താണ് മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. ദ സ്ലോപ്പ് ഓഫ് ഐസോകോൺ റെപ്രസെന്റ് MRTS. Margin rate of technical substitution indicate the rate at which factors can be substituted for each other without any change in the level of output. അപ്പൊ ഏതാണ് ഔട്ട്പുട്ടിൽ ചേഞ്ച് ഇല്ലാതെ ലേബറും ക്യാപിറ്റലും എന്താണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ആ റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുക. MRTS LK, the margin rate of technical substitution of labor for capital is the number of unit of capital which can be replaced by 1 unit of labor without changing the level of output. അതായത് ടോട്ടൽ ഔട്ട്പുട്ട് ചേഞ്ച് ഇല്ലാതെ ഒരു അഡീഷണൽ യൂണിറ്റ് ലേബർ കൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ക്യാപിറ്റലിനെ സാക്രിഫൈസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എത്രമാത്രം ക്യാപിറ്റലിനെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ അതിനെയാണ് നമ്മൾ മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് LK എന്ന് വിളിക്കുക. അത് കൃത്യമായിട്ട് LK എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു അഡീഷണൽ യൂണിറ്റ് ലേബറിന് വേണ്ടി എത്രമാത്രം ക്യാപിറ്റലിനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് LK എന്ന് വിളിക്കുക. ഇനി നേരെ തിരിച്ചാണ് മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് KL എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു അഡീഷണൽ യൂണിറ്റ് ക്യാപിറ്റലിനെ എംപ്ലോയ് ചെയ്യണമെങ്കിൽ എത്രമാത്രം ലേബറിനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം അതാണ് മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് KL എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും തിരിഞ്ഞു പോയി. LK എന്ന് പറഞ്ഞാലും KL എന്ന് പറഞ്ഞാലും രണ്ടും ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്. അപ്പം മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് LK എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ യൂണിറ്റ് ലേബർ ഫാക്ടറിനെ നിങ്ങളുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എംപ്ലോയ് ചെയ്യണമെങ്കിൽ
എത്രമാത്രം ക്യാപിറ്റലിനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം, ആ ഒരു റേറ്റിനെയാണ് നമ്മൾ മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട കോമ്പിനേഷൻസിന്റെ ഓരോ കോമ്പിനേഷൻ എ, കോമ്പിനേഷൻ ബി, കോമ്പിനേഷൻ സി, കോമ്പിനേഷൻ ഡി ആൻഡ് കോമ്പിനേഷൻ ഇ. അപ്പൊ കോമ്പിനേഷൻ എയിൽ എന്താണ്, 1 യൂണിറ്റ് ലേബറും 12 യൂണിറ്റ് ക്യാപിറ്റലും ആണ് യൂട്ടിലൈസ് ചെയ്തത്. നമ്മൾ കോമ്പിനേഷൻ ബിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ നമുക്ക് സാധിക്കും, ഒരു അഡീഷണൽ യൂണിറ്റ് ലേബറിനെ നമുക്ക് എംപ്ലോയ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു അഡീഷണൽ യൂണിറ്റ് ലേബറിനെ എംപ്ലോയ് ചെയ്യണമെങ്കിൽ അവിടെ ഏകദേശം 4 ക്യാപിറ്റലിനെ എന്ത് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം. അതായത് ഇവിടെ നമുക്ക് ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് 8 യൂണിറ്റ് മാത്രമാണ്. ദെൻ സിയിലേക്ക് പോകുന്നു, ഒരു അഡീഷണൽ യൂണിറ്റോടെ ലേബറിനെ നിങ്ങൾക്ക് എംപ്ലോയ് ചെയ്യണം. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു, 8ന്ന് 5 ആയിട്ട് ക്യാപിറ്റൽ അവിടെ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. അതായത് ഏകദേശം 3 നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം ക്യാപിറ്റലിനെ. ദെൻ ഡിയിലേക്ക് പോകുന്നു. അപ്പൊ ഡിയിലേക്ക് പോയി കഴിയുമ്പോൾ ഏതാണ്, 3ൽ നിന്ന് 4 ഒരു അഡീഷണൽ യൂണിറ്റൂടെ ലേബർ ഇൻപുട്ടിനെ നിങ്ങൾ എംപ്ലോയ് ചെയ്യുന്നു. അതിനായിട്ട് നിങ്ങൾ ഇവിടെ എത്ര സാക്രിഫൈസ് ചെയ്തു, 2 സാക്രിഫൈസ് ചെയ്തു. ഇപ്പോഴത്തെ ക്യാപിറ്റൽ എത്രയാണ്, 3 ആണ്. അപ്പൊ ഓരോ യൂണിറ്റ് താഴിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ ഓരോ അഡീഷണൽ ലേബറിനെ എംപ്ലോയ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ക്യാപിറ്റലിനെ സാക്രിഫൈസ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ട, അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള യൂസ് എന്താണെന്ന് നമുക്കറിയാം പല രാജ്യങ്ങളും അവരുടെ ഫാക്ടർ അബണ്ടൻസിയിൽ ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ ഫാക്ടർ അവൈലബിലിറ്റിയിൽ ഡിഫറെന്റ് ആണ് അല്ലെ. ഇപ്പൊ ഇന്ത്യ പോലുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു ലേബർ റിച്ച് കൺട്രിയാണ്. അപ്പം ലേബർ ഒരുപാടുള്ള കൺട്രീസ് എന്തായിരിക്കും, അവരുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ കൂടുതൽ ലേബേഴ്സിനെ ആയിരിക്കും എന്ത് ചെയ്യുക, എംപ്ലോയ് ചെയ്യുക. പക്ഷെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അവരുടെ കമ്പാരിറ്റീവ്ലി ലേബർ പവർ കുറവാണ്, അവർക്ക് ക്യാപിറ്റൽ പവർ ആണ് കൂടുതലുള്ളത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കണം, ക്യാപിറ്റലിനെ എംപ്ലോയ് ചെയ്യാൻ സാധിക്കണം. അപ്പം ഓരോ സർട്ടൻ സിറ്റുവേഷൻസിൽ ഈ പ്രൊഡ്യൂസേഴ്സിന് പലപ്പോഴും ഈ ഫാക്ടേഴ്സിനെ തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പം ഈ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്താണ്, ഈ സ്ലോപ്പ് ഓഫ് ദി ഐസോകോൺ എന്ന് വിളിക്കുക. അപ്പം ഇവിടെ ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ എന്ന് പറയുന്ന, അതായത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡെൽറ്റ കെ ആണ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡെൽറ്റ എൽ ആണ്. അപ്പൊ ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ എന്നുള്ളതാണ് ഈ മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷന്റെ എന്താണ്, ഒറിജിനൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാൻ സാധിക്കുന്നത് വേറൊരു രീതിയിലും ഡിനോട്ട് ചെയ്യുക. അതെന്താണെന്ന് കാണാം. An important point to be noted about the margin rate of technical substitution is that it is equal to the ratio of the marginal physical product of two factors. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ എന്ന് എന്ത് ചെയ്യാം, ഈ ഒരു മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനെ ഡിനോട്ട് ചെയ്യാം. അതല്ലെങ്കിൽ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് 2 കമ്മോഡിറ്റീസ് എന്നും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു MRTS ഡിനോട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് കാണിക്കുന്നത്. Since the definition output remain constant on the isocon, the loss in physical output from a small reduction in capital will be equal to the gain in the physical output from the small increment in the labor. അതായത് നമുക്കറിയാം ഇവിടെ മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ സംഭവിക്കുക, ഒരു പർട്ടിക്കുലർ ഫാക്ടറിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് മറ്റേ ഫാക്ടറിനെ ഇൻക്രീസ് ചെയ്യുക. അപ്പൊ ഒരു പർട്ടിക്കുലർ ഫാക്ടർ റെഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ കൺസ്യൂമർക്ക് ഒരു മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, ലോസ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു അഡീഷണൽ ആയിട്ടും വേറൊരു ഫാക്ടറിനെ എംപ്ലോയ് ചെയ്യുമ്പോൾ അവിടെ അഡീഷണൽ ആയിട്ട് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് കിട്ടാറുണ്ട്. അപ്പം ഇതിനെ രണ്ടും എന്താണ്, ഈക്വൽ ആണ് ഐസോകോണ്ടിൽ നിന്നാണ് ആര് പറയുന്നത്, ഈ ഒരു ഏരിയയില് നമുക്ക് കാണാൻ സാധിക്കുക. The loss in output is equal to the marginal physical product, that is MP multiplied by the amount of reduction in capital. അതായത് നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന MRTS LKയില് ക്യാപിറ്റൽ ആണ് റെഡ്യൂസ് ചെയ്യുക. അപ്പൊ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് അവിടെ ഉണ്ടാകുന്ന ലോസിനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, ക്യാപിറ്റലിന്റെ അവിടെ എന്താണ് മാർജിനൽ പ്രൊഡക്റ്റിനെ എന്ത് ചെയ്താൽ മതി, ഈ ക്യാപിറ്റലിന്റെ ചേഞ്ച് ചെയ്ത ക്യാപിറ്റൽ എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലോസ് കിട്ടും. ഇനി ലേബറിന് എന്താണ്, നമ്മൾ അഡീഷണലി എംപ്ലോയ് ചെയ്യുകയാണ് അല്ലെ, അഡീഷണലി ആഡ് ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ ലേബറിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗെയിനെ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ലേബറിന്റെ മാർജിനൽ പ്രൊഡക്റ്റിനെ ഈ അഡീഷണൽ ആയിട്ട് ചേർത്തിരിക്കുന്ന ലേബർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഗെയിനും നമുക്ക് കിട്ടും. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ സാധിക്കും, ഡെൽറ്റ കെ ഇൻറ്റു എം പി കെ പ്ലസ് ഡെൽറ്റ എൽ ഇൻറ്റു എം പി എൽ ഇസിക്കൽ ടു 0 എന്നാ പറയാ. അതായത് ഇവിടെ ക്യാപിറ്റലിനുണ്ടായ ലോസും അതുപോലെ തന്നെ ലേബറിനുണ്ടായ ഗെയിനോടെ ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അത് ഇക്വേറ്റ് ചെയ്ത് പോകും, 0 ആയിരിക്കും. അവിടെ ചേഞ്ചസ് ഒന്നും വരത്തില്ല. ഇത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഡെൽറ്റ കെ എന്ന് പറയുന്ന ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റലിന്റെ മാർജിൻ പ്രൊഡക്റ്റിനെയാണ് എം പി കെ എന്ന് തന്നിരിക്കുന്നത്.
പ്ലസ് ലേബറിന്റെ ചേഞ്ച് ആണ്. ദെൻ MPL എന്ന് പറയുന്ന മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആണ്. അതെന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് രണ്ടിന്റെ സമ്മ്, ലോസും ഗെയിനും എന്ത് ചെയ്തു അവിടെ ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. അപ്പൊ ഇതിനെ നമ്മൾ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡെൽറ്റ കെ ഇൻറ്റു MPK is equal to delta L into MPL. അപ്പൊ ഇതിനെ റീറൈറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്താ? മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതെന്താണ്? MPL ഡിവൈഡ് ബൈ MPK ആണ്. അപ്പം MPL ബൈ MPK എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനെ ഡിനോട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ, അതല്ലെങ്കിൽ MPL ഡിവൈഡ് ബൈ MPK ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടും. അപ്പം ഈ പറയുന്ന ഐസോകോണ്ട് നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ കണ്ടായിരുന്നു. മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? അതായത് ഓരോ യൂണിറ്റ് താഴെ, ഓരോ കോമ്പിനേഷൻ താഴേക്ക് പോകുമ്പോഴും അവിടെ ഉണ്ടാകുന്ന സാക്രിഫൈസ് റേറ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയും. അപ്പം ഇവിടെ ഐസോകോണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിമിനിഷിംഗ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ ഒരു ടേബിൾ നിങ്ങൾ എടുത്തു നോക്കിയേ. ഇനിഷ്യലി എയിൽ നിന്ന് ബിയിലേക്ക് വന്നപ്പോൾ 4 ആയിരുന്നു സാക്രിഫൈസ് ചെയ്യേണ്ടത് ക്യാപിറ്റല്. ദെൻ ബിയിൽ നിന്ന് സിയിലേക്ക് വന്നപ്പോൾ അത് 3 ആയി. ദെൻ സിയിൽ നിന്ന് ഡിയിലേക്ക് വന്നപ്പോൾ അത് 2 ആയി. ദെൻ ഡിയിൽ നിന്ന് ഇയിലേക്ക് വന്നപ്പോൾ അത് എന്തായി? 1 ആയി. അപ്പം ഇവിടെ ഓരോ യൂണിറ്റ് താഴേക്ക് പോകുമ്പോഴും ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സാക്രിഫൈസ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ അഡീഷണൽ യൂണിറ്റ് ലേബറിനെ നിങ്ങൾ എംപ്ലോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട ക്യാപിറ്റലിന്റെ അളവ് എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ഐസോകോണ്ടിൽ എന്താണ്? ഡിമിനിഷിംഗ് ആണെന്ന് പറയാം. ആൻഡ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഡിമിനിഷസ് ആസ് മോർ ആൻഡ് മോർ ഓഫ് ലേബർ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ക്യാപിറ്റൽ. In other words, as the quantity of labor used is increased and quantity of capital employed reduced, the amount of capital that is required to be replaced by an additional unit of labor so as to keep the output constant will diminish. അപ്പം ഓരോ അഡീഷണൽ യൂണിറ്റ് ലേബറിനെ ആഡ് ചെയ്യുമ്പോഴും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട ക്യാപിറ്റൽ എന്താണ്? റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് ആണ് എവിടെ? ഐസോകോണ്ടിൽ. അതുപോലെ തന്നെ നമ്മൾ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെയാണ്? ഇൻഡിഫറൻസ് കർവിലും ഡിമിനിഷിംഗ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. The principle of diminishing margin rate of technical substitution is merely an extension of law of diminishing return to the relation between the marginal physical product of two factors. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് ഇവിടെ ഈ ഐസോകോണ്ടിന്റെ പ്രോപ്പർട്ടീസ് ആണ്. വളരെ ജനറൽ ആയിട്ടുള്ള ഐസോകോൺ പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ ഓൾറെഡി ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചായിരുന്നു. അതേ പ്രോപ്പർട്ടീസ് തന്നെ എവിടെയും വരുന്നത്? ഈ ഐസോകോണ്ടിനും വരിക. അപ്പൊ ഇതിന്റെ ഏതാണ്? ഒരു കോൺസെപ്റ്റൽ ആയിട്ടുള്ള റിലേഷൻസ് ഏകദേശം സെയിം അല്ലെ? ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ? ടേംസുകളും നെയിംസ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഒരെണ്ണം പ്രൊഡ്യൂസർ പെർസ്പെക്റ്റീവിലാണ്, ഒരെണ്ണം കൺസ്യൂമർ പെർസ്പെക്റ്റീവിലാണ്. അപ്പൊ ഫസ്റ്റ് വൺ, ഐസോകോൺ ലൈക്ക് ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എക്സാക്ട്ലി ഏതാണ്? ഇൻഡിഫറൻസ് കർവ് പോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. No two isocon can intersect each other. രണ്ട് ഐസോകോൺസ് എന്ത് ചെയ്യത്തില്ല? ഇന്റർസെക്ട് ചെയ്യത്തില്ല. അത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഐസോകോൺ മാപ്പിന്റെ കേസിൽ നമ്മൾ കണ്ട ഐസോകോൺ ലൈക്ക് ഇൻഡിഫറൻസ് കർവ് ആർ കോൺവെക്സ് ടു ദി ഒറിജിൻ അല്ലെ? കോൺവെക്സ് ഷേപ്പ് ആ വരുന്നത്. കോൺവെക്സ് ഷേപ്പ് ആണ് ഐസോകോണിന് വരിക. ദെൻ ഹയർ ഐസോകോൺ എന്ത് ചെയ്യുന്നു? ഹയർ ഔട്ട്പുട്ട് കൊടുക്കുന്നു. ഹയർ ഇൻഡിഫറൻസ് കർവ് ആണെങ്കിൽ ഹയർ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. പക്ഷെ ഹയർ ഐസോകോണ്ട് ഹയർ ഔട്ട്പുട്ട് ആണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ 4 മേജർ ആയിട്ടുള്ള ഐസോകോണ്ടിന്റെ പ്രോപ്പർട്ടീസ് ആണ് കണ്ടത്. ഫസ്റ്റ് വൺ ഏതാണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, അതായത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. സെക്കൻഡ് വൺ, 2 ഐസോകോൺസ് എന്ത് ചെയ്യത്തില്ല? ഇന്റർസെക്റ്റോ ടാൻജൻസോ ചെയ്യത്തില്ല. ദെൻ അതുപോലെ തന്നെ കോൺവെക്സ് ഷേപ്പ് ആണ്, കോൺവെക്സ് ഷേപ്പ് ടു ദി ഒറിജിൻ ആണ്. ഹയർ ഐസോകോൺ ഹയർ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ഐസോകോണ്ടിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ കോൺവെക്സ് ഷേപ്പിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യുക. The convexity of the isocone curve means that as we move down to the curve, successively smaller unit of capital are required to be substituted by a given increment in the labor so as to keep the level of output unchanged. അതായത് ഔട്ട്പുട്ട് ചേഞ്ച് ഇല്ലാതെ
നിങ്ങൾക്ക് ഓരോ അഡീഷണൽ യൂണിറ്റ് ലേബറിനെ എംപ്ലോയ് ചെയ്യണമെങ്കിലും സാക്രിഫൈസ് ചെയ്യേണ്ട ക്യാപിറ്റലിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന അനുസരിച്ച് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഡിമിനിഷിംഗ് ആണ്. ആ ഒരു പ്രോപ്പർട്ടി ആണ് ഈ ഒരു ഐസോകോണിന്റെ കോൺവെസിറ്റി എന്താകുന്നത്, ആ ഷേപ്പ് വരാനുള്ള മേജർ റീസൺ വരിക. Thus, the convexity of the equal product curve is due to the diminishing margin rate of technical substitution of one factor for the other. അപ്പൊ ഇവിടെ കാണിച്ച പോലെ ഈ ഓരോ പോയിന്റും താഴേക്ക് വരുന്ന അനുസരിച്ച് ഈ സാക്രിഫൈസ് എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യാണ്. അതുകൊണ്ടാണ് കോൺവെക്സ് ഷേപ്പ് വരിക. If the isocone were concave to the origin, it would mean that the margin rate of technical substitution increase as more and more unit of labor substitute capital. This could be valid if the law of increasing return is applied. അപ്പം ഇവിടെ മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻക്രീസിങ് ആയിരുന്നെങ്കിലാണ് എന്താകുന്നത്, ഇവിടെ കോൺകേവ് ഷേപ്പ് വരിക. അപ്പം നമുക്ക് ഒറിജിനൽ ഐസോകോൺ എന്ന് പറയുന്നത് കോൺവെക്സ് ആണ്. അതിനർത്ഥം മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷിംഗ് ആണെന്നുള്ളതാണ്. ഈ മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻക്രീസിംഗ് ആണെങ്കിൽ കോൺകേവ് ഷേപ്പ് ആണ് ഐസോകോണിന് വരുന്നത്. ദി കോൺവെക്സിറ്റി ഓഫ് ദി ഐസോ പ്രൊഡക്റ്റ് കർവ് implies the diminishing return to a variable factor. We have seen that there are diminishing return to a factor because of the fact that different factors are imperfect substitute of each other in the production of a good. അപ്പം ഈ കോൺവെസിറ്റി ഓഫ് ഷേപ്പ് ഐസോകോണിന് വരുന്നത് മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഫാക്ടേഴ്സ് ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതായത് ഒരു ലേബറിനെ നിങ്ങൾക്ക് അഡീഷണൽ എംപ്ലോയ് ചെയ്യണമെങ്കിൽ ആദ്യം എന്താണ്, 4 ക്യാപിറ്റലിനെ എന്ത് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് രണ്ടാമതൊരു ലേബറോടെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 3 ക്യാപിറ്റലിനെ എന്ത് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം. അതായത് ഇവര് തമ്മിലുള്ള ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഇംപെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഒന്നിന് പകരം മറ്റൊന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഒരു യൂണിറ്റ് അഡീഷണൽ ലേബറിനെ യൂസ് ചെയ്യണേ ഒരു യൂണിറ്റ് തന്നെ ക്യാപിറ്റലിനെ സാക്രിഫൈസ് ചെയ്താൽ മതിയെങ്കിൽ അതിനെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കും. അപ്പം ഈ കോൺവെസിറ്റി ഷേപ്പ് കാണിക്കുന്നത് എന്താണ്, ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ്. ഇൻ ജനറൽ കോൺവെസിറ്റി ഓഫ് ദി ഐസോകോൺ implies that it becomes progressively more difficult or harder to substitute one factor for other as we move along the isocone and increase the use of one factor substituting the other factor. അപ്പൊ നമ്മള് ഈ ഐസോകോണ്ടിന്റെ ഓരോ പോയിന്റ് താഴേക്ക് വരുമ്പോഴും ഇവിടെ ഈ ക്യാപിറ്റലിന് പകരം ലേബറിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന അളവ് എന്ത് ചെയ്യാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഹാർഡർ ആണോ, ആ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഹാർഡർ ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് ഇതിന്റെ ഷേപ്പ് എന്താണ്, ഏകദേശം ഫ്ലാറ്റൻ ആയിക്കൊണ്ടിരിക്കുക. അതായത് ഇവിടെ നിങ്ങളുടെ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിലിറ്റി താഴേക്ക് വരുന്ന അനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാ പറയുക. Then the convexity of the isocone is economically justified because with concave or linear isocone, producers would achieve equilibrium by using only one factor, leading to a corner solution. However, in reality, production involved multiple factors, making isocone convex to the origin. അതായത് നമ്മൾ ഇവിടെ പരിഗണിച്ചിരിക്കുന്ന എക്സെപ്ഷണൽ കേസുകളാണെങ്കിൽ, അതായത് ഈ പറയുന്ന കോൺകേവ് ആയാലും കോൺവെക്സ് ഷേപ്പ് ആണെങ്കിലും ഇവിടെ കോർണർ സൊല്യൂഷൻ വരാൻ ചാൻസ് ഉണ്ടെന്നാ പറയുന്നത്. ഈ കോർണർ സൊല്യൂഷൻ എന്ന് പറയുന്ന ആക്ച്വലി എന്താ, നമ്മൾ ഇവിടെ കാണിച്ചിരുന്ന എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കർവിന്റെ 2 അറ്റങ്ങളും ടച്ച് ചെയ്യുന്നു. ഇങ്ങനെ 2 അറ്റങ്ങളും ഈ എക്സ് ആക്സിലോ വൈ ആക്സിലോ ടച്ച് ചെയ്താൽ അതിന്റെ അർത്ഥം എന്തുവാ, ഒരു പർട്ടിക്കുലർ ഫാക്ടർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഒരു പർട്ടിക്കുലർ ഫാക്ടറിനെ ഉപയോഗിക്കില്ല, ഒരെണ്ണം മാത്രം ഉപയോഗിച്ച് അവിടെ പ്രൊഡക്ഷൻ നടക്കൂ എന്നാണ് പറയുന്നത്. പക്ഷെ റിയൽ ലൈഫിൽ കമ്പാരിറ്റീവ്ലി എന്താണ്, അത് പോസിബിൾ അല്ല. എല്ലായ്പ്പോഴും നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തുന്നത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്ത, ഒരു പർട്ടിക്കുലർ ഫാക്ടറിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള. അപ്പൊ ഈ കോർണർ സൊല്യൂഷൻ ഇല്ലാതാകണമെങ്കിൽ ഇവിടെ ഐസോകോണിന്റെ ഷേപ്പ് എന്തായിരിക്കണം, കോൺവെക്സ് ആയിരിക്കണം, കോൺകേവോ ലീനിയറിലോ ആയിരിക്കരുത്. This convexity assumes that the marginal physical product of each factor is positive, meaning that using additional unit of a factor increases output. To maintain a constant output, increasing one factor requires reduction of the other, preventing a switch to a higher indifference curve. അപ്പം ഈ കോൺവെക്സ് ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫാക്ടേഴ്സിന്റെ എല്ലാം മാർജിൻ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആയിരിക്കും.
അതായത് നമ്മൾ നേരത്തെ ഇനിഷ്യലി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ കണ്ട സമയത്ത് നമ്മൾ കണ്ടു മാർജിൻ പ്രൊഡക്റ്റ് നെഗറ്റീവും സീറോ ആവുന്ന സിറ്റുവേഷൻ കണ്ടല്ലേ. സ്റ്റേജ് 2ന്റെ എൻഡില് സീറോ ആവുന്നുണ്ട്, സ്റ്റേജ് 3 മാർജിൻ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആവുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു അഡീഷണൽ ലേബറിനെ ആഡ് ചെയ്യുമ്പോൾ അവർ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് അഡീഷണൽ ആയിട്ട് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെ ഇൻക്രീസ് ചെയ്യുന്നില്ല, നമ്മുടെ ഉള്ള ഔട്ട്പുട്ടിനെയും കൂടെ കുറയുന്ന സിറ്റുവേഷൻ ആണ് നെഗറ്റീവ് ആകാന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ അഡീഷണൽ ലേബറിനെ നിങ്ങൾ എംപ്ലോയ് ചെയ്തുകൊണ്ട് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ മാർജിൻ പ്രൊഡക്റ്റ് സീറോ എന്ന് വിളിക്കുക. അപ്പം ഈ രണ്ട് കേസും ഒരു പ്രൊഡ്യൂസറെ അപേക്ഷിച്ച് അയാൾക്ക് നല്ലതല്ല. കാരണം അയാൾ ചുമ്മാ ലേബറിനെ ആഡ് ചെയ്താൽ അയാൾക്ക് വേജ് കൊടുക്കണം. അയാൾക്ക് വേജ് കൊടുത്തിട്ട് അഡീഷണൽ ആയിട്ട് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എന്താ, അയാൾക്ക് അതുകൊണ്ട് യൂസ് ഇല്ല. ഇനി അതുപോലെ തന്നെ ഒരു ലേബറിനെ ആഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉള്ള പ്രൊഡക്ഷൻ കുറയുകയും ചെയ്താലും പ്രശ്നമാണ്. അപ്പം ഒരിക്കലും ഒരു പ്രൊഡ്യൂസർ എന്തല്ല, ഈ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷനിൽ എന്ത് നടത്തില്ല, പ്രൊഡക്ഷൻ നടക്കില്ല. നെഗറ്റീവോ സീറോ ആകുന്ന പ്രൊഡക്ഷൻ നടക്കത്തില്ല. അവരെപ്പോഴും മാർജിൻ പ്രൊഡക്റ്റിനെ ഏതാണ് പോസിറ്റീവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോൺവെക്സ് ഷേപ്പ് കാണിക്കുന്നത് എന്താ, ഈ മാർജിൻ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആയിരിക്കുന്ന റീജിയനെയാണ് കോൺവെക്സ് ഷേപ്പ് കാണിക്കുക. അപ്പൊ നമ്മൾ ഇനി എക്കണോമിക് റീജിയൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഈ കോൺവെക്സ് ഷേപ്പ് ഉള്ള ഐസോകോണിന്റെ ഏരിയാസിലാണ് അവിടെ ഫാക്ടേഴ്സിന്റെ എല്ലാം മാർജിൻ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആയിരിക്കുന്നത്. ദ പ്രൊഡ്യൂസേഴ്സ് എയിം ടു അവോയ്ഡ് എംപ്ലോയിങ് ഫാക്ടേഴ്സ് ടു ദി പോയിന്റ് where their marginal product become negative or zero, as this would lead to a losses since factors are paid positive prices. Therefore, rational producer only use the factors with positive marginal product, reinforcing the validity of convex isocone in the real world production. അപ്പോൾ റിയൽ വേൾഡ് പ്രൊഡക്ഷൻ എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഈ ഐസോകോണിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഈ കോൺവെക്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് ആണ്, കോൺവെക്സിറ്റി ഉള്ളത് കൊണ്ട് ഐസോകോണിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോൺവെക്സ് ഷേപ്പ് വരാനുള്ള റീസൺ ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഈ കോൺവെക്സ് ഷേപ്പ് വരാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ടാണ്, ഫാക്ടേഴ്സ് തമ്മിൽ ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ റിയൽ ലൈഫിൽ എന്താണ്, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ കോൺവെക്സ് ഷേപ്പ് എന്താണ്, ഈ ഫാക്ടേഴ്സിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും കോൺവെക്സ് ഷേപ്പ് ഉള്ള ആ റേഞ്ചസിൽ. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ റേഞ്ചസിലായിരിക്കും പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ നടക്കുക. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് ഈ ഐസോകോണിന്റെ ടൈപ്പുകളാണ്. അപ്പൊ നമുക്ക് മേജർ ആയിട്ട് 4 ടൈപ്പുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഒന്ന് ലീനിയർ ഐസോകോൺ, മറ്റൊന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകോൺ, ദെൻ കിങ്ഡ് ഐസോകോൺ, സ്മൂത്ത് കോൺവെക്സ് ഐസോകോൺ. അപ്പം ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ടൈപ്പുകളെ നമ്മൾ ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്ത്, ഈ ഫാക്ടേഴ്സ് തമ്മിലുള്ള ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്പുകളായിട്ട് ഐസോകോണ്ടിനെ തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ലീനിയർ ഐസോകോണ്ട് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ലീനിയർ ഐസോകോണ്ട് എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. നമ്മൾ ഇൻഡിഫറൻസ് കർവിന്റെ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ലീനിയർ ഐസോകോൺ സ്ട്രെയിറ്റ് ലൈൻ ആകുന്നത് അവിടെ എന്താ പ്രത്യേകത, ഈ രണ്ട് ഫാക്ടേഴ്സും തമ്മിൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ടാണ്. കോൺവെക്സ് ആയിരുന്ന ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, പക്ഷെ ലീനിയർ ഐസോകോണ്ട് ആണെങ്കിൽ അവിടെ എന്താണ്, പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയത്. ഒരു അഡീഷണൽ യൂണിറ്റ് ലേബറിനെ എംപ്ലോയ് ചെയ്യണമെങ്കിൽ ഒരു അഡീഷണൽ യൂണിറ്റ് ക്യാപിറ്റൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്താൽ മതി. അപ്പൊ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി വരുമ്പോഴാണ് ലീനിയർ ഐസോകോൺ വരിക. There are some exception to this general property of the convexity of the isocone. One is the case of factors which are perfect substitute of each other. When the two factors are perfect substitute of each other, then each of them can be used equally well in place of the another. So the shape will be straight line. ഇവിടെ കാണിച്ചിരിക്കുന്ന 3 ഐസോകോണ്ടൽ ലൈൻ എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. For all intent and the purposes, they can be regarded as the same factors. Therefore, the margin rate of technical substitution between two perfect substitute factor remain constant. Since margin rate of technical substitution remain the same throughout, the isocont of the perfect substitute are straight line. അപ്പം ഈ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കേസിലാണ് ഇവിടെ ഐസോകോണ്ടിന്റെ ഷേപ്പ് ലീനിയർ ഐസോകോണ്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകോണ്ട്. Another exceptional case is of the factors which are perfect complement and for which the isocont are right angled as. അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകോണ്ട് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ഷേപ്പ് വരുന്നത് എപ്പോഴാണോ ഈ ഫാക്ടേഴ്സ് പെർഫെക്റ്റ് കോംപ്ലിമെന്ററി ആണ്, അതായത് സെർട്ടൈൻ പ്രൊപ്പോർഷൻ നമുക്ക് ലേബറും ക്യാപിറ്റലും യൂസ് ചെയ്തു, ഇനി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ആ സെയിം പ്രൊപ്പോർഷനിൽ തന്നെ റൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പറയുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ബി എ എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് എച്ച് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ചെയ്യാം. ദെൻ അഡീഷണൽ ആയിട്ട് നെക്സ്റ്റിലേക്ക് പോകണമെങ്കിൽ എന്താണ്, ഇവിടെ സെയിം പ്രൊപ്പോർഷനിൽ രണ്ട് ഫാക്ടേഴ്സിനെ റൈസ് ചെയ്താൽ മാത്രമാണ് നടക്കുക.
The perfect complementary factors are those which are jointly used for the production in a fixed proportion. ഒരു സെയിം ഫിക്സഡ് പ്രൊപ്പോർഷനിൽ ഈ രണ്ട് ഫാക്ടേഴ്സിനെ നമ്മൾ ജോയിൻലി യൂസ് ചെയ്യുന്നതാണ് ഇവിടെ റൈറ്റ് ആംഗിൾഡ് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകോൺ എന്ന് പറയുന്നത്. This type of isocone assume perfect complementary or zero substitutability between input. ഇവിടെ നമുക്ക് ഒന്നിന് പകരം ഒന്നിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. എവിടെ ഈ റൈറ്റ് ആംഗിൾഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഏതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകോണിൽ നമുക്ക് certain proportion ഇവിടെ രണ്ട് ഫാക്ടേഴ്സിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. For any commodity when there is only one method of production, its isocone is of a right angled shape. This type of isocone is also known as Leontief isocone. അപ്പോൾ Leontief isocone ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകോൺ അതുപോലെ തന്നെ റൈറ്റ് ആംഗിൾ ഐസോകോൺ എന്ന് പറയുന്നത് എന്താണ് സെയിം ആണ്. പെർഫെക്റ്റ് കോംപ്ലിമെന്ററിയുടെ കേസിൽ അല്ലെങ്കിൽ സീറോ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി വരുമ്പോഴാണ് ഈ പറയുന്ന ഈ ഒരു എൽ ഷേപ്പ് നമുക്ക് വരിക. നെക്സ്റ്റ് വൺ ആണ് കിങ്ഡ് ഐസോകോൺ. അപ്പൊ കിങ്ഡ് ഐസോകോണിലെ പ്രത്യേകത റൈറ്റ് ആംഗിൾഡോ അല്ലെങ്കിൽ ലിയോണ്ടിഫോ അതല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകോണ്ടോ ആണെങ്കിൽ അവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി സീറോ ആണ്. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി പോസിബിൾ അല്ല. കിങ്ഡ് ഐസോകോണ്ടില് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഉണ്ട്, പക്ഷെ ലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റിയാ. സർട്ടൻ പോയിന്റുകൾ മാത്രമാണ് അല്ലെങ്കിൽ സർട്ടൻ പ്രൊപ്പോർഷനിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക ഈ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണ്. The kinked isocone assume that K and L have limited substitutability. Each commodity is produced using only a few different processes. Only at the kink is the factor substitutability possible. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന P1, P2, P3, P4 എന്ന് പറയുന്ന ഒരു certain proportional മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി പോസിബിൾ ആകുക. ഈ നമ്മൾ ജനറലി കാണുന്ന ഐസോകോണ്ടില് എല്ലാ പോയിന്റിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി പോസിബിൾ ആയിരുന്നു. ഇനി റൈറ്റ് ആംഗിൾഡ് ഐസോകോണ്ട് ലിയോണ്ടിഫ് ആണെങ്കിൽ അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി പോസിബിളേ അല്ല. പക്ഷെ കിങ്ഡ് ഐസോകോണ്ട് ആണെങ്കിൽ ലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഫ്യൂ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഫ്യൂ സ്റ്റേജസിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി പോസിബിൾ ആകും. As there are only few processes which are available for producing any commodity, substitutability of factor is possible only at kinks. This can be illustrated as the graph given. This kink is also known as this kind is also known as activity analysis isocone or linear programming isocone, since it is mostly used in linear programming. അപ്പം ഈ പറയുന്ന കിങ്ഡ് ഐസോകോണിന്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ആക്ടിവിറ്റി അനാലിസിസ് ഐസോകോൺ, ഏതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ഐസോകോൺസ്. അപ്പൊ ഈ പേരുകളല്ല ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ ടൈപ്പിൽ നിന്നാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏതായിരുന്നു? ലീനിയർ ഐസോകോണ്ട് ആണ്. അവിടെ എന്താണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആയിരുന്നു. ദെൻ രണ്ടാമത് നമ്മൾ ഏതാണ് ഈ പറയുന്ന പോലെ എൽ ഷേപ്ഡ് ഐസോകോണ്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകോണ്ട് അതല്ലെങ്കിൽ ലിയോണ്ടിഫ് ഐസോകോണ്ട് കണ്ടു. അവിടെ നമുക്ക് സീറോ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആണ് കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസിൽ വരിക. മൂന്നാമത്തെയാണ് കിങ്ഡ് ഐസോകോൺ. കിങ്ഡ് ഐസോകോണിൽ എന്താണ് ലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി വേണം. ഇതിനെ നമ്മൾ എന്തൊക്കെ വിളിക്കും? ആക്ടിവിറ്റി അനാലിസിസ് ഐസോകോൺ, ലീനിയർ പ്രോഗ്രാമിംഗ് ഐസോകോണ്ട് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതായിരിക്കും. അപ്പം ഇത് കൂടാതെ നമ്മൾ ജനറലി കൺസിഡർ ചെയ്ത കോൺവെക്സ് ഷേപ്പും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഫിക്സഡ് പ്രൊപ്പോർഷൻ ആൻഡ് വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഫിക്സഡ് പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കോംപ്ലിമെന്ററിയുടെ കേസിൽ പറഞ്ഞ ആ സെർട്ടൈൻ ഫാക്ടർ റേഷ്യോയില് നമുക്ക് ചേഞ്ചസ് വരാൻ സാധിക്കത്തില്ല. എവിടെ? ഫിക്സഡ് പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ദ ഇൻപുട്ട് മസ്റ്റ് ബി യൂസ്ഡ് ഇൻ എ ഫിക്സഡ് റേഷ്യോ ടു പ്രൊഡ്യൂസ് എ ഗിവൺ ഔട്ട്പുട്ട്. The technical coefficient of production are fixed, meaning you cannot substitute one factor for the another. അപ്പൊ ഒന്നിന് പകരം ക്യാപിറ്റലിന് പകരം ലേബർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ലേബറിന് പകരം ക്യാപിറ്റലിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഫിക്സഡ് പ്രൊപ്പോർഷനിൽ രണ്ട് ഫാക്ടേഴ്സിനെ യൂസ് ചെയ്യേണ്ട പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ഫിക്സഡ് പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. The isocone for this function are right angled because any deviation from the fixed ratio of input result in wasted resources. For example, if the capital labor ratio is 2:3, using 4 unit of labor with only 2 unit of capital result in no additional output from the extra labor. അതായത് ഒരു 2:3 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ് ക്യാപിറ്റൽ ലേബർ റേഷ്യോ എങ്കിൽ, അങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ നിങ്ങൾ ആ റേഷ്യോ ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു അഡീഷണൽ ഏതെങ്കിലും ഒരു ഫാക്ടേഴ്സിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും അവിടുത്തെ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യത്തില്ല, റൈസ് ചെയ്യത്തില്ല. നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ആ അഡീഷണൽ ആയിട്ടുള്ള ഫാക്ടറിനെ യൂസ് ചെയ്യാനേ ഉള്ളൂ. നിങ്ങൾ എപ്പോൾ ഇൻക്രീസ് ചെയ്താലും ആ സെയിം പ്രൊപ്പോർഷനിൽ തന്നെ ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അഡീഷനും ആ അഡീഷണൽ ഫാക്ടർ കൊണ്ടുവരില്ല.
doubling or tripling the input in the same ratio lead to the proportional increase in the output. അപ്പോൾ സെയിം റേഷ്യോയിലാണെങ്കിൽ അവിടെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. പക്ഷെ വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ, അങ്ങനത്തെ ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ ഫാക്ടേഴ്സിനെ കൊണ്ടുവന്ന് അഡീഷണൽ ആയിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇൻപുട്ട് ക്യാൻ ബി വേരിഡ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഈച്ച് അതർ to produce a given level of output. The technical coefficient are flexible, allowing for different combination of input to achieve the same output. This is represented by a smooth isochrone map where various combination of labor and capital can be used to produce same output. Real world production process often follow this form. അപ്പം വേരിയബിൾ ആണെങ്കിൽ എന്താ, നമുക്ക് ഈ ഒന്നിന് പകരം മറ്റൊന്നിനെ യൂസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഒരു അഡീഷണൽ ഫാക്ടർ കൊണ്ടുവന്നതിലൂടെ ഒരു എക്സ്ട്രാ ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഫിക്സഡ് ആണെങ്കിൽ നമുക്ക് അത് പോസിബിൾ അല്ല. അപ്പൊ അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലോങ് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് കണ്ടത്. അപ്പൊ എന്താണ് ലോങ് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഐസോകോണ്ട് എന്താണ്, ഐസോകോണ്ടിന്റെ സ്ലോപ്പ് എന്താണ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഐസോകോണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള ക്ലാസ്സസ് നമ്മൾ പല എക്സാംസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് UGC നെറ്റ് എക്സാമിനും കേരള സെറ്റ് എക്സാമിനും CUET പോലുള്ള എക്സാംസിനുമാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ക്ലാസ്സസ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.